നമ്മൾ ചെയ്യുന്ന 20% പ്രവൃത്തികൾ മാത്രമാണ് നമുക്ക് 80% നേട്ടങ്ങളും നൽകുന്നത് എന്നറിയാമോ? ഈ 20% കാര്യങ്ങൾ കണ്ടെത്തി അവയിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മികവുകൾ പല മടങ്ങായി ഉയർത്താം. ഏറ്റവും ഫലവത്തായ കാര്യങ്ങൾ മാത്രം ചെയ്ത് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന ഈ രീതിയാണ് 80-20 റൂൾ അല്ലെങ്കിൽ പാരറ്റോ പ്രിൻസിപ്പിൾ. നിത്യജീവിതത്തിൽ 80-20 റൂൾ പരിശീലിച്ചു നോക്കിയാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് സംഭവിക്കുന്ന മാറ്റം അനുഭവിച്ചറിയാം. ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സോഷ്യോളജിസ്റ്റുമായ വിൽഫ്രെഡോ പാരറ്റോ ആണ് ഈ റൂൾ കണ്ടെത്തിയത്. ഇറ്റലിയിലെ സമ്പത്തിന്റെ 80% കൈയടക്കിയിരിക്കുന്നത് വെറും 20% ജനങ്ങളാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ പാറ്റേൺ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആവർത്തിക്കപ്പെടുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. ബിസിനസ്സിൽ 20% ഉപഭോക്താക്കളിൽ നിന്നാണ് 80% വരുമാനമുണ്ടാകുന്നത്. പരീക്ഷകളിൽ 20% പാഠഭാഗങ്ങളാണ് 80% മാർക്കും നിർണ്ണയിക്കുന്നത്. ജോലിയിൽ 20% ടാസ്കുകൾ 80% ഫലങ്ങൾ നൽകുന്നു. വ്യക്തിജീവിതത്തിൽ 20% ശീലങ്ങൾ 80% വളർച്ച നൽകുന്നു. അതുകൊണ്ട് 80-20 റൂൾ ഒരു സാമ്പത്തിക തിയറി മാത്രമല്ല, ഇത് നമുക്കും ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഒരു ശീലമാണ്. നമ്മൾ എന്തു കാര്യത്തിൽ ശ്രദ്ധിക്കണം, എന്തൊഴിവാക്കണം, സമയം എങ്ങനെ ഉപയോഗിക്കണം, എല്ലാം ഈ റൂൾ പഠിപ്പിക്കുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന പിഴവുകൾ എന്തൊക്കെയാണ്? എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രധാനമാണ് എന്ന് കരുതുന്നു. ഫലമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം കളയുന്നു. വലിയ ഫലം നൽകുന്ന കാര്യങ്ങൾ പിറകിലേക്ക് തള്ളുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു. ദിവസത്തിന്റെ തുടക്കം തന്നെ ഏറ്റവും കുറഞ്ഞ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു. ബിസി ആയിരിക്കുക എന്നാൽ പ്രൊഡക്റ്റീവ് ആകുക എന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. 80-20 റൂൾ നമ്മളെ ബിസി ലൈഫിൽ നിന്നും മീനിങ്ഫുൾ ലൈഫിലേക്ക് നയിക്കുന്ന ഒരു ലളിതമായ ശീലമാണ്. ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യമായ 20% പ്രവൃത്തികൾ കണ്ടെത്തി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി. നമ്മൾ 10 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ 2 കാര്യങ്ങളായിരിക്കും ഏറ്റവും നല്ല ഫലം നൽകുന്നത്. എന്നാൽ നാം പലപ്പോഴും ഈ 2 കാര്യങ്ങൾക്കും അപ്പുറമുള്ള അനാവശ്യ കാര്യങ്ങളിലും കുറഞ്ഞ പ്രാധാന്യമുള്ള കാര്യങ്ങളിലും തിരക്കുകൾ കാണിച്ച് നമ്മുടെ സമയം കളയുന്നു. 80-20 റൂൾ പ്രായോഗികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ദിശ വ്യക്തമാകും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതാണ്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഏതാണ് എന്ന് വ്യക്തത ലഭിക്കും. സമയം ലാഭിക്കാം. ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് സമയം തന്നെയാണ്. പ്രാധാന്യമുള്ള 20% കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സമയനഷ്ടം കുറയും, സ്ട്രെസ് കുറയും. അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് നിലനിർത്തി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം ലളിതമാകും. പ്രൊഡക്ടിവിറ്റി ഉയരും. ചിട്ടയായ ചെറിയ ശ്രമങ്ങളിലൂടെ നമുക്ക് വലിയ ഫലം ലഭിക്കും. 80-20 റൂൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആർക്കും ചെയ്യാവുന്ന പ്രായോഗികമായ 7 മാർഗങ്ങൾ നമുക്ക് നോക്കാം. 1. നമ്മുടെ പ്രധാനപ്പെട്ട 20% കണ്ടെത്തുക. എല്ലാ ദിവസവും രാവിലെ ചിന്തിക്കാം, ഇന്ന് ഞാൻ ചെയ്താൽ എനിക്ക് ഏറ്റവും പ്രയോജനമുണ്ടാക്കുന്ന, എന്നിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന 2 കാര്യങ്ങൾ എന്താണ്? ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട സമയം ആദ്യം തന്നെ നിശ്ചയിക്കുക. അത് പഠനമാകാം, വ്യായാമമാകാം, കണ്ടന്റ് ഐഡിയ ഉണ്ടാക്കുന്നതാകാം, ബിസിനസ് കോളുകൾ ചെയ്യുന്നതാകാം, ഒരു പെൻഡിങ് വർക്ക് തീർക്കുന്നതാകാം, ഒരു പ്രോജക്റ്റ് എഴുതുന്നതാകാം, പുതിയ സ്കില്ലുകൾ നേടുന്നതാകാം, ഇങ്ങനെ എന്തുമാകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ 20% കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചാൽ ആ ദിനം സഫലമാകും. നമുക്ക് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി അനുഭവപ്പെടും. 2. ദിവസത്തിന്റെ ആദ്യ 90 മിനിറ്റ് നമുക്ക് ഏറ്റവും പ്രധാനമുള്ള ഈ 20% പ്രവർത്തികൾക്കായി മാത്രം ഉപയോഗിക്കുക. ഈ സമയത്ത് നോ മൊബൈൽ, നോ സോഷ്യൽ മീഡിയ, നോ നോട്ടിഫിക്കേഷൻ എന്ന് തീരുമാനിക്കുക. ഈ 90 മിനിറ്റിലൂടെ ആ ദിനത്തിന്റെ 80% ഫലവും നമുക്ക് ലഭിക്കും. 3. ജോലിയിൽ 80-20 റൂൾ. നമ്മുടെ ജോലിയിൽ നമുക്ക് 80% ഗ്രോത്ത് നൽകുന്ന 20% പ്രവൃത്തികൾ കണ്ടെത്തുക. അത് ഹൈ വാല്യൂ സ്കില്ലുകൾ നേടുന്നതാകാം, നമ്മുടെ നെറ്റ്വർക്കിംഗ് മെച്ചപ്പെടുത്തുന്നതാകാം, പോർട്ട്ഫോളിയോ മെച്ചപ്പെടുത്തുന്നതാകാം, കൺസിസ്റ്റന്റ് ലേണിംഗ് അതായത് നിരന്തര പഠനം, അപ്ഡേറ്റിംഗ് എന്നിവ ആകാം, സൈഡ് പ്രോജക്റ്റുകളാകാം. ഇങ്ങനെ
നമുക്ക് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ നമ്മുടെ സമയവും എനർജിയും കൂടുതൽ ഉപയോഗിക്കാം. 3. സോഷ്യൽ മീഡിയയിൽ 80-20 റൂൾ. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ സമയം പോകുന്നത് പലപ്പോഴും 1 മിനിറ്റുള്ള റീലുകൾ കാണാനോ മറ്റോ മാത്രമല്ല, എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പുള്ള അലക്ഷ്യമായ സ്ക്രോളിങ്ങിലാണ്. മനസ്സറിയാതെയുള്ള ഇത്തരം സ്ക്രോളിംഗ് നിർത്തുക. എന്തു കാണണം എന്ന് നമുക്ക് ആദ്യമേ തീരുമാനിക്കാം. സ്ക്രോളിംഗ് ചെയ്യുന്ന 80% സമയത്തിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 20% പോലുമില്ല. എന്നാൽ ഒരു യൂട്യൂബ് പഠന വീഡിയോ, ഓഡിയോ ബുക്ക് എന്നിവ കാണാനോ കേൾക്കാനോ ചെലവാക്കുന്ന 20% സമയം നമുക്ക് 80% ഫലങ്ങൾ തരും. 4. പഠനത്തിൽ 80-20 റൂൾ. പരീക്ഷാ ചോദ്യ പേപ്പറുകളുടെ പാറ്റേൺ നോക്കിയാൽ 20% പാഠഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്ന് കാണാം. ഇത്തരം പ്രധാന പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, റിവിഷൻ എന്നിവയിലൂടെ ഈ 20% പാഠങ്ങൾ ഒരിക്കലും വിട്ടുകളയാതെ പഠിച്ചാൽ പരീക്ഷകളിൽ ഒരു കാരണവശാലും പിന്നോട്ട് പോകാതെ വിജയം നേടാം. 5. 80-20 റൂൾ ഉപയോഗിച്ച് മനസ്സ് ഡീക്ലട്ടർ ചെയ്യാം. നമ്മുടെ സ്ട്രെസ്സിന്റെ 80% വരുന്നത് 20% കാര്യങ്ങളിൽ നിന്നാകും. ഉദാഹരണത്തിന്, ഒരു ടോക്സിക് ബന്ധത്തിലെ ഉലച്ചിൽ, ഒരു പെൻഡിങ് വർക്ക്, ഒരു സാമ്പത്തിക പ്രതിസന്ധി, വരാനിരിക്കുന്ന ഒരു പരീക്ഷ, ശാരീരികമായ ഏതെങ്കിലും അസ്വസ്ഥതകൾ. ഈ 20% സമ്മർദ്ദം പരിഹരിച്ചാൽ മനസ്സിന്റെ 80% വൃത്തിയാകും. അത് പരിഹരിക്കുന്നതിന് ആദ്യ പരിഗണന നൽകുക. 6. സമൂഹ ബന്ധങ്ങളിൽ 80-20 റൂൾ. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഇടപെടുന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചു നിർത്താൻ നമുക്കാവില്ല. നമ്മുടെ ജീവിതത്തിൽ 80% സന്തോഷവും മൂല്യവും നൽകുന്നത് 20% ആളുകളാകും. അത് നമ്മുടെ കുടുംബവും അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെയാകാം. ഇടപെടലുകളുമൊക്കെയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കുന്നത്. നമുക്ക് മൂല്യം തരാത്ത, നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്ന ബാക്കി 80% ആളുകൾക്കായി നമ്മുടെ എനർജി, സമയം എന്നിവ കളയേണ്ടതില്ല. അവരെ അവരുടെ പാട്ടിന് വിടുക. 7. ഓരോ ആഴ്ചയുടെയും അവസാനം ഒരു വിശകലനം നടത്തുക. ഈ ആഴ്ച എനിക്ക് ഏറ്റവും ഫലം തന്ന 20% കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏത് കാര്യങ്ങളിലാണ് എൻ്റെ 80% സമയവും നഷ്ടമായത്? അടുത്ത ആഴ്ച ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എന്തിലാണ്? ഇങ്ങനെ 1-2 ആഴ്ചകൾ മാത്രം ചെയ്താൽ അപ്പോഴേക്കും നമുക്കൊരു പാറ്റേൺ ലഭിക്കും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി പല മടങ്ങ് കൂടും. 80-20 റൂൾ നമ്മുടെ ശീലമാകും. 80-20 റൂൾ ഒരു കാഴ്ചപ്പാട് മാറ്റമാണ്. നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രധാനമായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ശാന്തവും വ്യക്തവുമായ മനസ്സോടെ കൂടുതൽ പ്രൊഡക്റ്റീവാകാനും വിജയിക്കാനും നമുക്ക് സാധിക്കും. ജീവിതം മാറുന്നത് എന്നോ ചെയ്യാനിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് ചെറുതും അർത്ഥപൂർണവുമായ കുറച്ചു പ്രവൃത്തികൾ ദിവസവും ആവർത്തിക്കുന്നത് കൊണ്ടാണ്.